കെ പി റഹ്മത്തുള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. കെ പി റഹ്മത്തുള്ള, യഥാർത്ഥത്തിൽ തിരുവമ്പാടി വിട്ടു നൽകുക ഈ മലബാറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലം എന്നതാണല്ലോ തിരുവമ്പാടിയുടെ ഒരു പ്രത്യേകത. ഈ ലീഗ് എന്തുകൊണ്ടാണ് തിരുവമ്പാടി വിട്ടു നൽകുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് പ്രാദേശിക പ്രശ്നങ്ങൾ, പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായി ലീഗ് ഭയപ്പെടുന്ന കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ലീഗിൽ ഇത്തരം ഒരു ആലോചന നടക്കുന്നതിന്റെ കാരണം? പണ്ട് ഉമ്മർ മാഷ് അടക്കമുള്ളവർ വിജയിച്ചു കയറിയ സീറ്റാണ് തിരുവമ്പാടി. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായി ആ സീറ്റിൽ ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ പ്രാദേശിക വിഭാഗീയതകളും പാർട്ടിക്ക് സുസമ്മതരായ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ തന്നെ ഇല്ലാത്തതുമൊക്കെ വലിയ വിഷയമായി വരുമ്പോഴാണ് കടുത്ത ഗ്രൂപ്പിസം പാർട്ടിയിൽ രൂപപ്പെടുന്നത്. അതുകൊണ്ട് വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റ മണ്ഡലത്തിന് പകരമായി തിരുവമ്പാടി വിട്ടു നൽകാമെന്ന ഒരു രീതിയിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം ചിന്തിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീലിനോട് ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന സ്ഥാനാർത്ഥി 3000-ൽ താഴെ 2700 വോട്ടുകൾക്കാണ് തോറ്റത്. മാത്രമല്ല, ഇത്തവണ കെ ടി ജലീൽ മത്സരിക്കുകയില്ല എന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ വളരെ പരസ്യമായി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന സ്ഥിതിയിലേക്ക് മുസ്ലിം ലീഗും UDF-ഉം ഒക്കെ തവനൂരിനെ കാണുകയാണ്. അപ്പോൾ തിരുവമ്പാടിയും തവനൂരും വെച്ചുമാറി ഒരു നിയമസഭാംഗത്തെ കൂടി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗിനെ ഇത്തരം ഒരു ചർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ ഗുരുവായൂർ സീറ്റിനെ കുറിച്ചും ഇതുപോലെ ഒരു ചർച്ച വന്നിരുന്നു. എന്നാൽ അത് ഫലവത്തായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസുമായി തിരുവമ്പാടി മണ്ഡലം വെച്ചുമാറുന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവത്തിൽ ആലോചിക്കുന്നത്. മാത്രമല്ല, തവനൂരിൽ സുശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി 3000 വോട്ടിന്റെ ഡിഫറൻസ് മറികടക്കാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി മണ്ഡലത്തിലെ വിഭാഗീയതയും ആ നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പിസവും ഒക്കെ അവസാനിപ്പിക്കാനുള്ള ഒറ്റമൂലി എന്ന ഒരു കാര്യം കൂടി ഈ വെച്ചുമാറലിലുണ്ട് എന്നതാണ്. മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോൾ ആ സീറ്റ് ഏറ്റെടുക്കാൻ കാണിക്കുന്ന ഒരു ചടുലത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ നിലമ്പൂരിൽ പരിഗണിച്ചിരുന്ന VS ജോയിയെ എവിടെയെങ്കിലും നിയമസഭയിലേക്ക് അക്കമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുകയും KPCC ആ അർത്ഥത്തിൽ ഇത്തവണ നിലമ്പൂരിൽ നിന്ന് മാറി നിന്നപ്പോൾ VS ജോയിക്ക് അത്തരം ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിറ്റിംഗ് സീറ്റ് സിറ്റിംഗ് MLA-മാർക്ക് എന്നത് കോൺഗ്രസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിന്ന് മാറ്റി VS ജോയി അവിടെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം VS ജോയിക്ക് ഒരു നല്ല സീറ്റ് കൊടുത്തു എന്ന ഒരു ആത്മവിശ്വാസം കൂടി കോൺഗ്രസിനുണ്ടാകും. ഇനി അതിനുമപ്പുറം ജോസ് കെ മാണി വിഭാഗം കടന്നു വരികയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനിച്ചുകൊണ്ട് മാത്രമേ തിരുവമ്പാടിയിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസിനറിയാം. ഇങ്ങനെയുള്ള ദ്വിമുഖ തന്ത്രങ്ങളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഈ സീറ്റ് വെച്ചുമാറലിന്റെ കാര്യത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ കെ പി റഹ്മത്തുള്ള ഒരു കാര്യം, ഈ ഇടതുപക്ഷം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ക്രിസ്ത്യൻ മുഖത്തെ നിർത്തുന്നു, UDF-ൽ നിന്നും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നു, ലീഗ് മത്സരിക്കുന്ന സീറ്റാണല്ലോ. സ്വാഭാവികമായും ഇത് അവിടെ വോട്ടുകൾ ഭിന്നിച്ചു പോവുക എന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നൊരു വിലയിരുത്തൽ കൂടി ഈ ആലോചനയ്ക്ക് പ്രധാന കാരണമാകുന്നില്ലേ? കാരണം ഒരു വശത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരുമ്പോൾ മറുവശത്തും സമാനമായ ഒരു കാൻഡിഡേറ്റ് വന്നില്ലെങ്കിൽ അവിടെ ഒരു ഭാഗത്തേക്ക് മാത്രം ക്രിസ്ത്യൻ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന തിരിച്ചറിവല്ലേ ഈ ആലോചനയ്ക്ക് പ്രധാന കാരണം? കഴിഞ്ഞ തവണ CP ചെറിയ മുഹമ്മദ് പരാജയം സംഭവിക്കാനുള്ള പ്രധാന കാരണം മുസ്ലിം ലീഗിലെ ഗ്രൂപ്പിസം മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകൾ ഈ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സമാഹരിച്ചു പോയി എന്ന ഒരു ധാരണ UDF-ന്റെ അന്വേഷണത്തിൽ മനസ്സിലായതാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിലേക്ക് കേന്ദ്രീകരിക്കുക എന്നൊരവസ്ഥ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ മാനസികമായി ഇപ്പോൾ വളരെ വിഭാഗീയതയും അല്ലെങ്കിൽ മറുചേരിയിൽ എന്ന ഒരു വിചാരമൊക്കെ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്ന നിലയ്ക്ക് തിരുവമ്പാടി സീറ്റ് കിട്ടണമെങ്കിൽ അവിടെ സുസമ്മതനായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചർച്ചകളിൽ ഇതൊരു പ്രധാന വിഷയമായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് തിരുവമ്പാടി സീറ്റ് പിടിച്ചെടുക്കണമെങ്കിൽ കോൺഗ്രസിൽ ശക്തനായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്ന് ഇരു പാർട്ടികളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. അതുകൂടി ഈ സീറ്റ് വെച്ചുമാറലിന്റെ കാരണങ്ങളിൽ
പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി കെ പി റഹ്മത്തുള്ള, ഈ PV അൻവർ എന്ന ഒരു സാധ്യത, വിദൂര സാധ്യതയെങ്കിലും UDF-നൊപ്പം ഇനിയും ഉണ്ടെങ്കിൽ അൻവറിനെ കോൺഗ്രസ് എവിടെ പരിഗണിക്കുമെന്ന ചോദ്യമുണ്ട്. PV അൻവർ മനസ്സിൽ കണ്ടത് നിലമ്പൂർ വിട്ടുകൊടുക്കുമ്പോൾ തിരുവമ്പാടി എന്നതായിരുന്നല്ലോ ആദ്യ സൂചനകൾ. യഥാർത്ഥത്തിൽ താൻ വേണമെങ്കിൽ ബേപ്പൂരിലും പോയി മത്സരിക്കും, അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകും എന്നൊക്കെയുള്ള വാദമുയർത്തുന്നുണ്ടെങ്കിലും അൻവറിന് ഇനി UDF-ൽ എത്തിയാൽ ഏത് സീറ്റ് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ തിരുവമ്പാടി ഒരു സാധ്യത അല്ലാതായി മാറുകയാണോ ഇനി? മുസ്ലിം ലീഗും UDF-ഉമായിട്ട് നിരന്തരമുള്ള ചർച്ചകളിൽ അൻവർ പറഞ്ഞിരുന്നു, തിരുവമ്പാടി ആയാലും തവനൂരാണെങ്കിലും താൻ മത്സരിക്കാമെന്നാണ്. 2 സീറ്റും കോൺഗ്രസിന്റേത്. ഒരു സീറ്റ് തിരുവമ്പാടി മുസ്ലിം ലീഗിന്റേതാണെങ്കിൽ തവനൂർ കോൺഗ്രസിന്റേതാണ്. ജയസാധ്യതയില്ലാത്ത ഈ സീറ്റ്, അന്നൊക്കെ ജയസാധ്യതയില്ലാത്തത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അൻവർ എത്തുകയാണെങ്കിൽ തവനൂരിലാണെങ്കിലും തിരുവമ്പാടിയിലാണെങ്കിലും അത് മറ്റൊരു വോട്ട് കേന്ദ്രീകരണത്തിലേക്കും അൻവറിന്റെ തന്ത്രങ്ങളിലൂടെയൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു ധാരണയും കോൺഗ്രസിനും UDF-നും ഉണ്ട്. ഞങ്ങൾ സ്ഥിരമായി ജയിച്ചു വരാത്ത ഒരു സീറ്റ് അൻവറിന് വിട്ടുകൊടുത്തുകൊണ്ട് അൻവറിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ സ്വീകരിക്കാമെന്ന ഒരു അവസ്ഥ UDF-ൽ വളരെ നേരത്തെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. കോൺഗ്രസിനേക്കാളേറെ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സമ്മതമാണ് മൂളിയിട്ടുള്ളത് എന്നതാണ് ലീഗ് നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരി, വളരെ നന്ദി കെ പി റഹ്മത്തുള്ള.